ശാന്തി 19/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത ബാബയോട് വിശ്വസ്തരായിരിക്കൂ, എങ്കിൽ പൂർണ്ണമായും ശക്തി ലഭിക്കും. മായയുടെ മേൽ ജയം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചോദ്യം: ബാബയുടെ പക്കലുള്ള മുഖ്യ അതോറിറ്റി ഏതാണ്? അതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: ബാബയുടെ അടുത്ത് മുഖ്യമായി ഉള്ളത് ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ്, ജ്ഞാനസാഗരമാണ്. അതിനാൽ കുട്ടികളായ നിങ്ങളെ പഠനം പഠിപ്പിക്കുന്നു, തനിക്ക് സമാനം നോളജ്ഫുള്ളാക്കി മാറ്റുന്നു. നിങ്ങളുടെ പക്കൽ പഠനത്തിൻ്റെ എയിം ഒബ്ജക്റ്റ് ഉണ്ട്. പഠനത്തിലൂടെയാണ് നിങ്ങൾ ഉയർന്ന പദവി നേടുന്നത്. ഗീതം: ലോകം മാറിയാലും നമ്മൾ മാറില്ല. ഓം ശാന്തി. ഭക്തർ ഭഗവാന്റെ മഹിമ പാടുന്നു. ഇപ്പോൾ നിങ്ങൾ ഭക്തരല്ല, നിങ്ങൾ ആ ഭഗവാന്റെ കുട്ടികളായിരിക്കുകയാണ്. അതും വിശ്വസ്തരായ കുട്ടികൾ വേണം. ഓരോ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. പത്നിയോടല്ലാതെ പതിക്കോ അഥവാ പതിയോടല്ലാതെ പത്നിക്കോ മറ്റൊരു ഭാഗത്തേക്ക് ദൃഷ്ടി പോകുന്നുവെങ്കിൽ അവരെയും വിശ്വാസവഞ്ചകർ എന്ന് പറയും. ഇവിടെ പരിധിയില്ലാത്ത ബാബയാണ്. ആ ബാബയോടൊപ്പം വിശ്വാസവഞ്ചകരും വിശ്വസ്തരും രണ്ടുപേരും ഉണ്ട്. വിശ്വസ്തരായിരുന്ന ശേഷം പിന്നെ വിശ്വാസവഞ്ചകരായി മാറുന്നു. ബാബയാകട്ടെ ഹയസ്റ്റ് അതോറിറ്റിയാണ്, ഓൾമൈറ്റി ആണല്ലോ. അപ്പോൾ ബാബയുടെ കുട്ടികളും അങ്ങനെ ആയിരിക്കേണ്ടതാണ്. ബാബയിൽ ശക്തിയുണ്ട്. കുട്ടികൾക്ക് രാവണൻ്റെ മേൽ ജയം നേടാനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു. അതിനാൽ ബാബയെ സർവശക്തിവാൻ എന്നും പറയുന്നു. നിങ്ങളും ശക്തിസേന ആണല്ലോ. നിങ്ങൾ സ്വയം തന്നെയും ഓൾമൈറ്റി എന്ന് പറയുന്നു. ബാബയിൽ എന്ത് ശക്തിയുണ്ടോ അത് നമുക്ക് തരുന്നു. നിങ്ങൾക്ക് മായ രാവണൻ്റെ മേൽ എങ്ങനെ ജയം നേടാൻ സാധിക്കും എന്നത് പറഞ്ഞു തരുന്നു. അതിനാൽ നിങ്ങൾക്കും ശക്തിവാൻ ആകണം. ബാബ ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ്, നോളജ്ഫുൾ ആണല്ലോ. ഏതുപോലെ ലോകർ ശാസ്ത്രങ്ങളുടെയും ഭക്തി മാർഗത്തിൻ്റെയും അതോറിറ്റിയാണോ, അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഓൾമൈറ്റി അതോറിറ്റിയും നോളജ്ഫുള്ളും ആകുന്നു. നിങ്ങൾക്കും ജ്ഞാനം ലഭിക്കുന്നു. ഇത് പാഠശാലയാണ്. ഇതിൽ ഏതൊരു ജ്ഞാനം നിങ്ങൾ പഠിക്കുന്നുവോ ഇതിലൂടെ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. ഇത് ഒരേ ഒരു പാഠശാലയാണ്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനകളോ മറ്റോ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് പഠനത്തിലൂടെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. എയിം ഓബ്ജക്റ്റ് ഉണ്ട്. കുട്ടികളായ നിങ്ങൾക്കറിയാം ബാബ നോളജ്ഫുള്ളാണ്. ബാബയുടെ പഠനം പൂർണ്ണമായും ഡിഫറെൻ്റാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ് ബാബ. അപ്പോൾ ബാബയ്ക്ക് തന്നെയാണ് അറിയാമായിരിക്കുന്നത്. ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്നു. മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ബാബ സന്മുഖത്ത് വന്ന് ജ്ഞാനം നൽകി പിന്നെ മടങ്ങിപ്പോകുന്നു. ഈ പഠനത്തിലുള്ള പ്രാപ്തിയായി എന്ത് ലഭിക്കുന്നു എന്നതും നിങ്ങൾക്കറിയാം. പിന്നെ ഏതെല്ലാം സത്സംഗങ്ങൾ മുതലായവ ഉണ്ടോ, ഗുരുക്കന്മാരും സന്യാസിമാരുമുണ്ടോ, അതെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്. അവരെയും ആരെങ്കിലും ഇവിടുത്തേതായിരിക്കുമെങ്കിൽ വരും എന്നതും അറിയുന്നുണ്ട്. കുട്ടികളായ നിങ്ങൾ സേവനത്തിനുള്ള
ഭിന്ന ഭിന്ന യുക്തികൾ കണ്ടെത്തണം. തൻ്റെ അനുഭവം കേൾപ്പിച്ച് അനേകരുടെ ഭാഗ്യം ഉണ്ടാക്കണം. നിങ്ങൾ സർവീസബിളായ കുട്ടികളുടെ അവസ്ഥ വളരെ നിർഭയവും അചഞ്ചലവും യോഗയുക്തവും ആയിരിക്കണം. യോഗത്തിലിരുന്ന് സേവനം ചെയ്യൂ, എങ്കിൽ സഫലത ലഭിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് സ്വയം തന്നെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും ആവേശത്തിലോ മറ്റോ വരരുത്. പൂർണ്ണമായും യോഗയുക്തമായി ഇരിക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും വാനപ്രസ്ഥികളാണ്, വാണിക്ക് ഉപരി അവസ്ഥയുള്ളവർ. വാനപ്രസ്ഥി എന്നാൽ ശബ്ദത്തിന് ഉപരിയായ വീടിനെയും ബാബയെയും ഓർമ്മിക്കുന്നവർ. ഇതല്ലാതെ മറ്റൊരു ആഗ്രഹവും ഇല്ല. നമുക്ക് നല്ല വസ്ത്രങ്ങൾ വേണം, ഇതെല്ലാം മോശമായ ആഗ്രഹങ്ങളാണ്. ദേഹാഭിമാനം ഉള്ളവർക്ക് സേവനം ചെയ്യുവാൻ കഴിയില്ല. ദേഹി അഭിമാനി ആകേണ്ടി വരും. ഭഗവാന്റെ കുട്ടികൾക്ക് ശക്തി വേണം. അതാണ് യോഗത്തിൻ്റേത്. ബാബയ്ക്ക് എല്ലാ കുട്ടികളെയും അറിയാൻ കഴിയുമല്ലോ. ബാബ ഉടനടി പറഞ്ഞു തരും, ഇന്ന ഇന്ന കുറവുകൾ മാറ്റൂ എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ പോകൂ, അവിടെ വളരെ പേരെ നിങ്ങൾക്ക് ലഭിക്കും. വളരെ പേർ കാശിയിൽ പോയി വസിക്കുന്നു. കാശിനാഥൻ നമ്മുടെ മംഗളം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിങ്ങൾക്ക് വളരെയധികം ഇടപാടുകാരെ ലഭിക്കും. എന്നാൽ ഇതിൽ വളരെ ശ്രൂഢബുദ്ധി അഥവാ സമർത്ഥ ബുദ്ധി ആവശ്യമാണ്. ഗംഗാ സ്നാനം ചെയ്യുന്നവർക്കും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ക്ഷേത്രങ്ങളിലും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഗുപ്തവേഷത്തിൽ പോകുവാൻ കഴിയും. ഹനുമാന്റെയും ഉദാഹരണമുണ്ട്. അത് വാസ്തവത്തിൽ നിങ്ങളാണല്ലോ. ചെരുപ്പുകളുടെ മേൽ ഇരിക്കുന്നതിൻ്റെ കാര്യമല്ല. ഇതിൽ വളരെ വിവേകശാലികളും സമർത്ഥരും ആവശ്യമാണ്. ബാബ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരും തന്നെ കർമാതീതം ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ തീർച്ചയായും ഉണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. ഇത് ഒരേ ഒരു കടയാണ്. ഇവിടെ എല്ലാവർക്കും വരണം. ഒരു ദിവസം ഈ സന്യാസിമാരും മറ്റുമെല്ലാം വന്നു ചേരും. ഒരേ ഒരു കട മാത്രമേ ഉള്ളൂവെങ്കിൽ എവിടെ പോകുവാനാണ്? ആര് വളരെയധികം അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാകുമോ അവർക്ക് തന്നെയായിരിക്കും വഴി ലഭിക്കുക. ഇത് ഒരേ ഒരു കടയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണല്ലോ. ഇങ്ങനെയുള്ള ലഹരി കയറിയാലേ കാര്യമുള്ളൂ. ബാബയ്ക്കാകട്ടെ ഈ ചിന്തയുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നു പതിതരെ പാവനമാക്കി ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും സമ്പത്ത് നൽകുന്നതിന് വേണ്ടി. ഇതുതന്നെയാണ് നിങ്ങളുടെയും തൊഴിൽ. സർവരുടെയും മംഗളം ചെയ്യണം. ഇത് പഴയ ലോകമാണ്. ഇതിൻ്റെ ആയുസ് എത്രയാണ്? ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട് എന്ന് അല്പസമയത്തിനുള്ളിൽ മനസ്സിലാക്കും. എല്ലാ ആത്മാക്കൾക്കും ഇത് ബുദ്ധിയിൽ തോന്നും. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാകണം. അപ്പോഴാണ് പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നത്. മുന്നോട്ട് പോകവേ തീർച്ചയായും ഭഗവാൻ ഇവിടെയുണ്ട് എന്ന് പറയും. രചയിതാവായ ബാബയെ തന്നെ മറന്നുപോയി. ത്രിമൂർത്തിയിൽ ശിവന്റെ ചിത്രം മാറ്റി. അപ്പോൾ യാതൊരു ഉപയോഗവും ഇല്ലാത്തതായി. അതാണല്ലോ രചയിതാവ്. ശിവന്റെ ചിത്രം വരുന്നതിലൂടെ സ്പഷ്ടമാകുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന. പ്രജാപിത ബ്രഹ്മാവ് ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായും പീകയും ഉണ്ടാകണം. ബ്രാഹ്മണകുലം ഏറ്റവും ഉയർന്നതാണ്. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്.
ബ്രാഹ്മണരെ എങ്ങനെ രചിക്കുന്നു ഇതും ആർക്കും അറിയില്ല. ബാബ തന്നെ വന്ന് നിങ്ങളെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കി മാറ്റുന്നു. ഇത് വളരെ ഗഹനമായ അർത്ഥമുള്ള കാര്യങ്ങളാണ്. ബാബ എപ്പോൾ സന്മുഖത്ത് വന്ന് മനസ്സിലാക്കിക്കുന്നുവോ അപ്പോഴാണ് മനസ്സിലാകുന്നത്. ആരാണോ ദേവതമാർ ആയിരുന്നത് അവർ ശൂദ്രരായി. ഇപ്പോൾ അവരെ എങ്ങനെ അന്വേഷിക്കട്ടെ എന്നതിനുള്ള യുക്തികൾ കണ്ടെത്തണം. അതിലൂടെ മനസ്സിലാക്കണം ഈ BKസിൻ്റേത് ഭാരിച്ച കാര്യമാണ് എന്ന്. എത്ര നോട്ടീസും മറ്റും വിതരണം ചെയ്യുന്നു. ബാബ എയ്റോപ്ലെയിനിൽ നിന്നും നോട്ടീസ് ഇടുന്നതിന് വേണ്ടിയും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് പത്രത്തിൻ്റെ അത്രയുമുള്ള ഒരു പേപ്പറായി. അതിൽ മുഖ്യ പോയിന്റ്സും ഏണിപ്പടിയും മറ്റും വയ്ക്കാം. മുഖ്യമായത് ഇംഗ്ലീഷും ഹിന്ദി ഭാഷയുമാണ്. അപ്പോൾ കുട്ടികൾ മുഴുവൻ ദിവസവും സേവനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിക്കണം. രാമയനുസരിച്ചാണ് പുരുഷാർത്ഥം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും അറിയാം. ഇന്ന ആൾ നല്ല സേവനം ചെയ്യുന്നു, ഇന്ന ആളുടെ പദവിയും ഉയർന്നതായിരിക്കും എന്നും മനസ്സിലാക്കുന്നു. ഓരോ ആക്ടറിനും തൻ്റേതായ പാർട്ടുണ്ട്. ഇങ്ങനെ ഒരു വരിയും തീർച്ചയായും എഴുതണം. ബാബയും ഈ ഡ്രാമയിൽ നിരാകാരി ലോകത്ത് നിന്നും വന്ന് സാകാരി ശരീരത്തിൻ്റെ ആധാരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ആരെല്ലാം എത്ര പാർട്ട് അഭിനയിക്കുന്നു എന്ന്. അതിനാൽ ഈ ലൈനും മുഖ്യമാണ്. തെളിയിച്ച് പറഞ്ഞു കൊടുക്കണം. ഈ സൃഷ്ടി ചക്രത്തെ അറിയുന്നതിലൂടെ മനുഷ്യർ സ്വദർശന ചക്രധാരിയായി ചക്രവർത്തി രാജാവും വിഷ്ണുത്തിൻ്റെ അധികാരിയും ആകാൻ സാധിക്കും എന്ന്. നിങ്ങളുടെ പക്കൽ മുഴുവൻ ജ്ഞാനവുമുണ്ടല്ലോ. ബാബയുടെ പക്കൽ ഗീതയുടെ ജ്ഞാനമുണ്ട്. അതിലൂടെ മനുഷ്യൻ നരനിൽ നിന്നും നാരായണൻ ആകുന്നു. ഫുൾ നോളജ് ബുദ്ധിയിൽ വന്നുവെങ്കിൽ പിന്നെ ഫുൾ ചക്രവർത്തി പദം വേണം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ബാബയുടെ സേവനത്തിൽ മുഴുകണം. ജയ്പൂരിലും ഈ ആത്മീയ മ്യൂസിയം സ്ഥായിയായി ഉണ്ടായിരിക്കും. ഇതിനെ മനസ്സിലാക്കുന്നതിലൂടെ മനുഷ്യന് വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ആര് കാണുമോ അവർ പരസ്പരം കേൾപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ സദാ സേവനത്തിൽ ഇരിക്കണം. മമ്മയും സേവനത്തിലാണ്. മമ്മയെ നിയുക്തമാക്കിയിരുന്നു. സരസ്വതി ആരാണ് എന്നത് ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ ഇല്ല. പ്രജാപിത ബ്രഹ്മാവിന് ഒരു പുത്രി മാത്രമായിരിക്കുമോ? അനേകം പേരുകളുള്ള അനേകം പുത്രിമാർ ഉണ്ടായിരിക്കുമല്ലോ. അതും നിങ്ങളെപ്പോലെ ദത്തെടുക്കപ്പെട്ടതാണ്. ഹെഡായ ഒരാൾ പോകുമ്പോൾ പിന്നീട് മറ്റൊരാളെ നിയമിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ആയാലും മറ്റൊരാളെ നിയമിക്കുന്നു. കാര്യശേഷി ഉള്ളതായി മനസ്സിലാക്കുന്നു. അതിനാൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. പിന്നെ കാലാവധി പൂർത്തിയാകുമ്പോൾ വീണ്ടും മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടി വരും. ബാബ കുട്ടികൾക്ക് ആദ്യം ഈ ഒരു മാനേഴ്സ് പഠിപ്പിക്കുന്നു. ആരോട് എങ്ങനെ ആദരവ് വയ്ക്കണം എന്ന്. ആരാണോ പഠിച്ചിട്ടില്ലാത്തവർ അവർക്ക് ആദരവ് വയ്ക്കുവാൻ പോലും അറിയില്ല. ആരാണോ കൂടുതൽ തീവ്രതയുള്ളത് എല്ലാവരും അവരോട് ആദരവ് വയ്ക്കുക തന്നെ വേണം. മുതിർന്നവരോട് ആദരവ് വയ്ക്കുന്നതിലൂടെ അവരും പഠിക്കും. പഠിച്ചിട്ടില്ലാത്തവർ വിഡ്ഢികളായിരിക്കും. ബാബയും പഠിച്ചിട്ടില്ലാത്തവരെയാണ് വന്ന് ഉയർത്തിയത്. ഇക്കാലത്ത് സ്ത്രീകളെയാണ് മുന്നിൽ വയ്ക്കുന്നത്. കുട്ടികളായി നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളുടെ വിവാഹ നിശ്ചയം പരമാത്മാവുമായി ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ
വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ പോയി വിഷ്പുരിയുടെ അധികാരിയാണ്. കണ്ടില്ലെങ്കിൽ പോലും കന്യകയുടെ ബുദ്ധിമുഖം ചേരുന്നില്ലേ? ഇതും ആത്മാവ് അറിയുന്നു. ഈ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും വിവാഹ നിശ്ചയം വണ്ടർഫുൾ ആണ്. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കേണ്ടി. അവർ പറയും, ഗുരുവിനെ ഓർമ്മിക്കൂ, ഇന്ന മന്ത്രം ഓർമ്മിക്കൂ എന്ന്. ഇതാണെങ്കിൽ ബാബ തന്നെയാണ് സർവ്വതും. ഇദ്ദേഹത്തിലൂടെ വന്ന് വിവാഹ നിശ്ചയം നടത്തിക്കും. പറയുന്നു, ഞാൻ നിങ്ങളുടെ അച്ഛനുമാണ്, എന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. കന്യകയുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പിന്നെ മറന്നു പോകുന്നില്ല. നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് മറന്നു പോകുന്നു? കർമാതീത അവസ്ഥ നേടുന്നതിന് സമയമെടുക്കുന്നു. കർമാതീത അവസ്ഥ നേടി ആർക്കും തിരികെ പോകാൻ ആവുകയില്ല. പ്രിയതമൻ ആദ്യം പോകണം, പിന്നെയാണ് ഘോഷയാത്ര പോകുന്നത്. ശങ്കരൻ്റെ കാര്യമല്ല, ശിവന്റെ ഘോഷയാത്രയാണ്. ഒരാളാണ് പ്രിയതമൻ, ബാക്കിയെല്ലാം പ്രിയതമൻ. ഇതാണ് ശിവബാബയുടെ ഘോഷയാത്ര. പേര് വെച്ചിരിക്കുന്നത് കുട്ടിയുടേതാണ്. ഉദാഹരണം നൽകി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ വന്ന് പുഷ്പമാക്കി എല്ലാവരെയും കൊണ്ടുപോകുന്നു. ആരാണോ കാമചിതയിലിരുന്ന് പതീതമായ കുട്ടികൾ, അവരെ ജ്ഞാനചിതയിൽ ഇരുത്തി പുഷ്പമാക്കി മാറ്റി എല്ലാവരെയും കൊണ്ടുപോകുന്നു. ഇത് പഴയ ലോകമാണല്ലോ. കൽപ്പം കൽപ്പം ബാബ വരുന്നു, മോശമായ നമ്മളെ വന്ന് പുഷ്പമാക്കി കൊണ്ടുപോകുന്നു. രാവണൻ മോശമാക്കി മാറ്റുന്നു, പിന്നെ ശിവബാബ പുഷ്പങ്ങളാക്കി മാറ്റുന്നു. ബാബ വളരെയധികം യുക്തികൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും മോശമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി സേവനം ചെയ്യണം. ഓർമ്മയിലൂടെ ശക്തി എടുത്ത് ഭയരഹിതവും ഇളകാത്തതുമായ അവസ്ഥ ഉണ്ടാക്കണം. ആരാണോ പഠനത്തിൽ തീവ്രതയുള്ളവരും സമർത്ഥരുമായവർ, അവരോട് ആദരവ് പുലർത്തണം. ആരാണോ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ യുക്തി രചിക്കണം. സർവരുടെയും മംഗളം ചെയ്യണം. വരദാനം: തൻ്റെ മഹത്വത്തെയും കർത്തവ്യത്തെയും അറിയുന്ന സദാ ജ്വലിക്കുന്ന ജ്യോതിയായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ ജഗത്തിൻ്റെ ജ്യോതിയാണ്. താങ്കളുടെ പരിവർത്തനത്തിലൂടെയാണ് വിശ്വത്തിൻ്റെ പരിവർത്തനം നടക്കേണ്ടത്. അതിനാൽ കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കി തൻ്റെ മഹത്വത്തെയും കർത്തവ്യത്തെയും അറിഞ്ഞ് സദാ ജ്വലിക്കുന്ന ജ്യോതി ആകൂ. താങ്കൾക്ക് സെക്കൻഡിൽ സ്വപരിവർത്തനത്തിലൂടെ വിശ്വ പരിവർത്തനം ചെയ്യാൻ സാധിക്കും. കേവലം പ്രാക്ടീസ് ചെയ്യൂ. ഈ നിമിഷം കർമ്മയോഗി, അടുത്ത നിമിഷം കർമാതീത സ്റ്റേജ്. ഏതുപോലെ താങ്കളുടെ രചനയായ ആമ സെക്കൻഡിൽ എല്ലാ അംഗങ്ങളും ഉൾവലിക്കുന്നു, അതേപോലെ താങ്കൾ മാസ്റ്റർ രചയിതാവ് ഉൾവലിയുന്നതിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ സെക്കൻഡിൽ സർവ സങ്കല്പങ്ങളെയും ഉൾക്കൊണ്ട് ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ. സ്ലോഗൻ: ലവ്ലീൻ സ്ഥിതി അനുഭവിക്കുന്നതിനായി സ്മൃതിയുടെയും വിസ്മൃതിയുടെയും യുദ്ധം സമാപ്തമാക്കൂ. മാതേശ്വരിജിയുടെ മധുര മഹാവാക്യങ്ങൾ. പകുതി കൽപ്പം ജ്ഞാനം ബ്രഹ്മാവിൻ്റെ പകൽ, പകുതി കൽപ്പം ഭക്തി ബ്രഹ്മാവിൻ്റെ രാത്രി. പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ പകലാണ്,
പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ഇപ്പോൾ രാത്രി പൂർത്തിയായി പ്രഭാതം വരേണ്ടതുണ്ട്. ഇപ്പോൾ പരമാത്മാവ് വന്ന് അന്ധകാരത്തിൻ്റെ അന്ത്യം വരുത്തി പ്രകാശത്തിൻ്റെ ആദി ഉണ്ടാക്കുന്നു. ജ്ഞാനത്തിലൂടെ പ്രകാശമാണ്, ഭക്തിയിലൂടെ അന്ധകാരമാണ്. ഗീതത്തിലും പറയുന്നു, ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും അകലെ എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ, അവിടെ ചിത്തം സ്വസ്ഥത നേടട്ടെ. ഇത് അസ്വസ്ഥതയുടെ ലോകമാണ്, അവിടെ സ്വസ്ഥതയില്ല. മുക്തിയിൽ സ്വസ്ഥതയുമില്ല, അസ്വസ്ഥതയുമില്ല. സത്യത്രേതായുഗം സ്വസ്ഥതയുടെ ലോകമാണ്. ആ സുഖധാമത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വസ്ഥതയുടെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഏതെങ്കിലും അപവിത്ര ആത്മാവിന് പോകാൻ സാധിക്കില്ല. അവർ അന്തിമത്തിൽ ധർമ്മരാജന്റെ ശിക്ഷ അനുഭവിച്ച് കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി ശുദ്ധ സംസ്കാരം എടുത്തുകൊണ്ടു പോകുന്നു. കാരണം അവിടെ അശുദ്ധ സംസ്കാരം ഉണ്ടായിരിക്കുകയില്ല, പാപം ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴാണോ ആത്മാവ് തൻ്റെ യഥാർത്ഥ പിതാവിനെ മറന്നു പോകുന്നത്, അപ്പോൾ ഈ ഭൂൽഭുല്ലയ്യയുടെ തോൽവിയുടെയും ജയത്തിൻ്റെയും അനാദിയായ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. അതിനാൽ തൻ്റെ ഈ സർവശക്തിമാനായ പരമാത്മാവിലൂടെ ശക്തിയെടുത്ത് വികാരങ്ങളുടെ മേൽ വിജയം നേടി 21 ജന്മങ്ങളിലേക്കായി രാജ്യഭാഗ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. ആത്മാവായ എൻ്റെ കരാവൻഹാർ, അതായത് ചെയ്യിക്കുന്നവൻ, ആ സുപ്രീം ആത്മാവാണ്. ചെയ്യിക്കുന്നവൻ്റെ ആധാരത്തിൽ ഞാൻ നിമിത്തമായി ചെയ്യുന്നവനാണ്. ഞാൻ ചെയ്യുന്നവനാണ്, ആ ഒന്ന് ചെയ്യിക്കുന്നവനാണ്. ആ ഒന്ന് നടത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഡയറക്ഷനിലും ആത്മാവായ എനിക്ക് വേണ്ടി സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും സദാ പ്രഭു ഹാജരാണ്. അതിനാൽ പ്രഭുവിൻ്റെ മുന്നിൽ സദാ ഞാൻ ആത്മാവും ഹാജരാണ്. സദാ ഈ കമ്പൈൻഡ് രൂപത്തിൽ ഇരിക്കൂ. ഓം ശാന്തി. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ
സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു.